എപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്? ഉടനെ ഇല്ല, വന്ന കാര്യം കഴിയട്ടെ. പോയാ മുക്ക ഉടനെ മടങ്ങിക്കോളൂ. അല്ല, ഇത് വലിയൊരു സംഖ്യ ആയതുകൊണ്ടാണ് നമ്മളിനി ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. ശരി, ഇൻഷാ അല്ലാഹ്. ശരി. വേഗം പൊയ്ക്കോ, ആരും കാണണ്ട. പോണെങ്കിൽ എനിക്കൊരു മുത്തം തരണം. അല്ലാ, എന്തൊരു ചൂടാണിത്. കൊട ഉണ്ടായിട്ടെന്ത് കാര്യം? മനുഷ്യനെ ഓട്ടിലിട്ട് പറക്കണമാതി. ശരി, ദാ ആ ഇരിക്കുന്ന ആളിന് ഒറ്റ അടി കൊടുത്തിട്ട് വന്നാ മുത്തം തരാം. ചെല്ലഞ്ചേട്ടൻ ഇവിടെ ഇരിക്കുക. അയ്യോ, അല്ലേ എന്താ? അയ്യോ, ആള് മാറിപ്പോയി. ആരെയും തല്ലി? ഞാൻ വിചാരിച്ചു ചെല്ലഞ്ചേട്ടനാണെന്ന്. ചെല്ലയ്യ കണ്ടത് മാതിരിക്കും. ഇവിടെ ഇരിക്കുക. എനിക്ക് ഇപ്പോ ഞമ്മള് മനസ്സിലായോ? എന്റെ ചെല്ലാൻ റെസീറ്റ് കുറ്റിന്നല്ല നമ്മളിന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആ വീട് വണ്ടി വിടി. ചെല്ലയ്യ കേട്ടു. ഇനി ഇവിടെ കുത്തിനെ ശരിയാവില്ല. കുറച്ചങ്ങോട്ട് മാറി കുത്തിന് കേട്ടെ. കള്ള ഹിമാറ്. ഒന്നുകൂടി തല്ലി വന്ന ഒന്നുകൂടി തരുമോ? എല്ലാം ചേട്ടൻ നല്ല ആളാ. എല്ലാം ചേട്ടനാണെന്ന് വിചാരിച്ചു ഞാൻ അവിടെ ഇരിക്കുന്ന പച്ച ഷർട്ടാനെ. അയ്യോ, കള്ള നായിന്റെ മോനെ അടിച്ചെന്റെ അണപ്പള്ളി ഞാൻ തെറിപ്പിക്കും. എടാ, പച്ചക്കുപ്പായിട്ടിട്ട് അവിടെ കുത്തിരിഞ്ഞ് ഞാനാണ്. നീ കുറെ നേരമല്ലേ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് കിടക്കുന്നു. എനക്കെന്താ നമ്മളെ കൊല്ലടാ. പച്ച ഷർട്ട് എന്റെ കൈ കൊണ്ടാണ് നമ്മളെ വൈകിട്ട് ക്ഷമിക്കണം. ഞാൻ പച്ച ഷർട്ട് കണ്ട് ചെല്ലൻ ചേട്ടനാണെന്ന് വിചാരിച്ചത്, അതുകൊണ്ടാ. എന്ന് ക്ഷമിക്കണോ? സ്വന്തം ബാപ്പാൻ തല്ലിയതിന്റെ പറയാ ക്ഷമിക്കണം. ആ നായിന്റെ പോലെ ഈ കുപ്പായ എടുത്തിരുന്ന് നമ്മൾ വിചാരിച്ച നമുക്ക് ശമ്പളം കിട്ടുമെന്ന്. കിട്ടി, അനുഭവിച്ചു, മതി. നീ ഇവിടെ കുത്തിരിക്കണ്ട. ഇനി ഒന്നുകൂടെ തല്ലാവോ? ഒരു മുത്തം കൂടി തരൂ. തല്ലിയിട്ട് വന്നാ രണ്ടു മുത്തും കൂടെ ഒരുമിച്ച് തരാം. ആ പച്ച ഷർട്ടുകാരനെ ഞാൻ വെറുതെ അടിച്ചു. ചെല്ലൻ ചേട്ടൻ എവിടെയായിരുന്നു? നമ്മൾ പിതാക്കിനി എന്ത് നായിന്റെ മോനെ എനിക്ക് നമ്മൾ കൊല്ലണ. അന്നോ ഓടി വഴി നമ്മൾ കൊന്ന്. അന്നോ രണ്ട് പടി വെച്ചേ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ട് പോയി ഇതൊക്കെ നമ്മൾ കൊല്ലണം. പിരാന്തി പാപ്പക്കാരനാ തളവായിന്റെ മക്കളെ. ഈ കടപ്പുറത്ത് വന്നില്ലെങ്കിൽ പിരാന്ത് ഇല്ലാത്തവരും പിരാന്താക്കല്ലേ? അല്ലേ? നമ്മൾ പോവുകയാണോ? അമ്മ